ഹലോ ഗായ്സ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ടായി. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാൻ ക്യാൻഡിലൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് കയ്യിൽ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും എനിക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വന്നത് ഞാൻ ഒട്ടും വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് ഒക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചു ഞാൻ വെള്ളം കുടിക്കാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടാണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് 31 ഞാൻ പോന്നു. 31 കഴിഞ്ഞിട്ടുള്ള 1, 2, 3 ഓക്കെ 3-ാം തീയതി ആണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുക, ഓക്കെ വെള്ളം കുടിക്കുന്നില്ല, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുന്നില്ല. ഈവൻ ഞാനത് തന്നെ ചിന്തിച്ചത്. മേ ബി ഞാൻ അന്നത്തെ ദിവസം ഞാൻ അത്ര വെള്ളം കുടിച്ചില്ല, പക്ഷെ ഞാൻ അതിൻ്റെ മുന്നേ ദിവസങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ട്. ഓഫീസിൽ പോയാൽ ഞങ്ങളെപ്പോഴും പോയി വെള്ളം കുടിച്ചുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ 31 ഞാൻ ട്രെയിനിലാണ് വന്നത്. അന്ന് ഞാൻ ഇത്രയും വെള്ളം കുടിച്ചില്ല എന്നുള്ളത് ശരിയാണ്, അന്ന് മാത്രം. ഈ UTI എന്ന് വെച്ചാൽ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ ഇത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് അത്യാവശ്യം വെള്ളം കുടിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ എനിക്ക് മൺഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അതിൽ ഇൻഫെക്ഷനൊന്നുമില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷനൊന്നും കാണുന്നില്ല, ഇപ്പോൾ വെള്ളം കുടിച്ചാൽ മതി, അത്യാവശ്യം വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൺഡേ കഴിഞ്ഞു, ട്യൂസ്ഡേ കുറച്ച് എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പോലെ തോന്നി. പിന്നെ വെനസ്ഡേ ആയി അപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര എനിക്ക് പെയിനായി. സഹിക്കാൻ പറ്റാത്തതെന്നല്ല, എനിക്ക് നല്ല പെയിനായി. അപ്പോൾ ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി. ഡോക്ടറെ അടുത്ത് ഈ ടെസ്റ്റ് റിസൾട്ട് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഫെക്ഷൻ കണ്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നാളത്തെ നമ്മൾ മോർണിംഗിലുള്ള യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ, അത് 50 മിനിറ്റ്സിനുള്ളിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും വേണം. അത് ടെസ്റ്റ് ചെയ്യാൻ യൂറിൻ കൾച്ചർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അത് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുത്തു. ആക്ച്വലി എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ 31 ഞാൻ ട്രെയിന് കയറി. എനിക്ക് ട്രെയിന് കയറുമ്പോൾ തന്നെ എനിക്ക് ട്രെയിനിൽ ബാത്റൂമിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്കിഷ്ടമല്ല എനിക്ക് ട്രെയിനിൽ ബാത്റൂമിൽ പോകാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് രാവിലെ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ രാവിലത്തെ മെഡിസിൻസ് കുടിക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ട് ഞാൻ വല്ലാണ്ട് വെള്ളം കുടിക്കണില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഒട്ടും വെള്ളം കുടിക്കാതിരുന്നിട്ടില്ല, ഞാൻ വെള്ളം കുടിച്ചു അത്യാവശ്യം. പക്ഷെ അത്യാവശ്യം എന്ന് പറയണില്ലേ, ഞാൻ വെള്ളം കുടിച്ചു. ട്രെയിനിൽ ബാത്റൂമിൽ പോകണ്ടേ എന്നുള്ള ഒരു എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ വെള്ളം കുറച്ച് കുടിച്ചത് തന്നെ. പക്ഷേ ഞാൻ ബാത്റൂമിൽ പോയി. ഇത്രയും ഹവർ 6-7 മണിക്കൂർ ഇരിക്കണതാണ്. നമുക്കൊരിക്കലും യൂറിൻ നമുക്കൊരിക്കലും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് ഹെൽത്തി അല്ല. അപ്പോൾ ഞാൻ ബാത്റൂം യൂസ് ചെയ്തു. ഞാൻ യൂസ് ചെയ്തതാണെങ്കിൽ വെസ്റ്റേൺ ബാത്റൂമാണ്. ഇന്ത്യയിൽ ടോയ്ലറ്റ് സാനിറ്റൈസറൊക്കെ ഉണ്ട്, ഞാനതൊക്കെ ബാഗിൽ വയ്ക്കുന്ന ആളാണ്. പക്ഷെ അന്ന് ഞാൻ വരുമ്പോൾ ഞാൻ അതെടുക്കാൻ മറന്നു. എൻ്റെ കഷ്ടകാലം അല്ലാണ്ട് എന്താ പറയുക, അന്ന് ഞാനതെടുക്കാൻ മറന്നു. ഓക്കെ, ഞാൻ പോയത് വെസ്റ്റേണിലാണ്. എനിക്ക് എന്തോ പോലെയായിരുന്നു അത് യൂസ് ചെയ്യാൻ. എനിക്കത് യൂസ് ചെയ്തിട്ട് പോലും എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല, മനസ്സിന് ഒന്നിനൊരു സുഖം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇന്ത്യൻ ഉണ്ട്, പക്ഷേ അതിൽ ആളുണ്ടായിരുന്നു. എനിക്ക് അത്രയും അർജ് കാരണം ഞാൻ ഇതാ യൂസ് ചെയ്തത്. പക്ഷെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ, ഈശ്വര ഇനി വല്ല ഇൻഫെക്ഷനും വരുമോ, സീരിയസ്ലി ഞാനത് വിചാരിച്ചു.
ഈശ്വര ഇനി എന്തൊക്കെയാവും ഇനി വരിക എന്നൊന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തി. എനിക്ക് 3 ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആക്ച്വലി സൺഡേ നൈറ്റ് തൊട്ടിട്ടുണ്ട് തോന്നുന്നു. സൺഡേ നൈറ്റ് ചെറുതായിട്ട് തുടങ്ങി പെയിൻ. ഞാൻ വിചാരിച്ചു ഓക്കെ വെള്ളം കുടിക്കേണ്ടായിരിക്കും. മൺഡേ എണീച്ചപ്പോൾ തൊട്ടിട്ട് ഭയങ്കര പെയിൻ. അങ്ങനെയാണ് ഞാൻ മൺഡേ ഹോസ്പിറ്റലിലേക്ക് പോയത്. അങ്ങനെ തേഴ്സ്ഡേ രാവിലെ ഒരു 2 hour കഴിഞ്ഞപ്പോൾ 2 hour ഇല്ല 1 hour ആയിരിക്കും. ഓക്കെ, റിസൾട്ട് കിട്ടി. റിസൾട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അന്ന് ഡോക്ടർ ഇല്ല. ഞാൻ കാണിച്ച ഡോക്ടർ അന്ന് ഉച്ച വരെയുള്ളൂ, ഉച്ചയ്ക്ക് ശേഷം ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കാം. ഞാൻ വീട്ടിലായിരുന്നു. അമ്മ എനിക്ക് കൂവയുണ്ട്, കൂവ നമ്മളിവിടെയൊക്കെ ഇങ്ങനെ UTI ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൂവയുടെ പൊടിയുണ്ട്. അപ്പോൾ പൊടി ഇങ്ങനെ വിരകിയിട്ട് നല്ല ലൂസാക്കിയിട്ട് വെള്ളമാക്കിയിട്ട് അത് കുടിക്കും. അതിപ്പോൾ ബോഡീനെ ഭയങ്കര കൂളാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുടിക്കാറുണ്ട്. അപ്പോൾ അമ്മ അതെനിക്ക് ഉണ്ടാക്കി തന്നു. ഞാനത് കുടിച്ചു. അങ്ങനെ വെള്ളം കുടിച്ചു. ഒക്കെ അപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പെയിനാണെന്ന് വെച്ചിട്ട് ഞാൻ ലീവൊന്നും എടുത്തില്ല. ഞാൻ അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. തേഴ്സ്ഡേ നൈറ്റൊക്കെ എനിക്ക് ഭയങ്കര പെയിനുണ്ട്. എനിക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ട്. ബാത്റൂമിൽ പോകുന്നുണ്ട്. ഇടയ്ക്ക് യൂറിന് വേണ്ടി പോയി കഴിഞ്ഞാൽ യൂറിൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സ്റ്റിങ്ങിങ് പെയിനുണ്ട്. തിരിച്ചു വരുന്നു, ഞാൻ വെള്ളം കുടിക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വീണ്ടും പോകുന്നു. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും ആ പെയിനുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ പെയിൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി വെള്ളം കുടിച്ച് യൂറിൻ പാസ് ചെയ്ത് അത് പോകും. അങ്ങനെ ഞാൻ വെള്ളം കുടിക്കുന്നു, ബാത്റൂം പോകുന്നു, വെള്ളം കുടിക്കുന്നു, ബാത്റൂം പോകുന്നു. ഇതന്നെ നടക്കണം. ഓക്കെ, അപ്പോൾ വർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റൊമക്ക് പെയിൻ ഇങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. വെള്ളം കുടിച്ചു. കൂവെള്ളം ഉണ്ടാക്കി അമ്മേനെ നീപ്പിച്ച് കൂവെള്ളം ഉണ്ടാക്കി വീണ്ടും കുടിച്ചു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്കിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇതിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ സ്റ്റൊമക്ക് പെയിൻ, ഇങ്ങനെ അബ്ഡോമിനൽ പെയിൻ ഉണ്ട്. അപ്പം തന്നെ ഇങ്ങനെ ബാക്ക് പെയിൻ ചെറുതായിട്ട് സ്റ്റാർട്ടാവുന്ന പോലെ വന്നു. അതും ഞാൻ ഒന്നും കാര്യമാക്കിയില്ല. വെള്ളം കുടിച്ചു, പിന്നെ വെള്ളം കുടിച്ചു, ബാത്റൂം പോകുന്നു, കൂവെള്ളം ഉണ്ടാക്കി കുടിക്കുന്നു. അങ്ങനെ കുറേ ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം എണീച്ച് നടക്കാൻ തുടങ്ങി. എണീച്ച് നടന്നു, കുറച്ച് നേരം കിടന്നു, പിന്നെയും വന്ന് വർക്ക് ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 2 മണി വരെ ഞാൻ അങ്ങനെ കൊണ്ടുപോയി. 2 മണി കഴിഞ്ഞതും എനിക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റില്ല, ഒന്നിനും എനിക്ക് പറ്റുന്നില്ല. അത്ര പെയിൻ. എനിക്ക് ലോവർ അബ്ഡോമിൻ പെയിൻ ഉണ്ട്. എനിക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷന് തോന്നുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. ഒന്നും പറ്റുന്നില്ല. പക്ഷെ ഞാൻ അവിടെ കിടന്നിട്ട് നോക്കുമ്പോൾ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ കൂടി പറ്റുന്നില്ല. അത്ര പെയിൻ. എനിക്ക് തോന്നി ഞാൻ അൺകോൺഷ്യസ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോയി. അത്ര പെയിൻ. അപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, സഞ്ജുവിനെ വിളിക്കാൻ പറഞ്ഞു. സഞ്ജു വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, റിസൾട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ട്, UTI ആണ്, ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ തന്നെ ബ്ലഡ് ചെക്ക് ചെയ്തു. ആൾ ടെസ്റ്റ് ഡോസ് എടുത്തു, ആൻറ്റിബയോട്ടിക് കയറ്റി. ഓക്കെ, 2-3 ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. എവിടേക്കോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആൻറ്റിബയോട്ടിക് കയറ്റി. എന്നിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വന്ന് ഡോക്ടറെ കാണിക്കാൻ. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മോർണിംഗ് തന്നെ ഡോക്ടർ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റിലൊക്കെ ചെയ്തപ്പോൾ തന്നെ WBCയുടെ കൗണ്ടൊക്കെ കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു നല്ല ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കുന്നതാവും നല്ലത്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഡോക്ടറെ കാണിച്ച ഡോക്ടർ പറഞ്ഞു അത്യാവശ്യം ഇൻഫെക്ഷൻ ഉണ്ട്, അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റ് ചെയ്യണത് അവർക്ക്, അതായത് 2 a day ഇഞ്ചക്ഷൻ ഉണ്ട്, ആൻറ്റിബയോട്ടിക് ഉണ്ട്. അതിനാണ് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരിപ്പോൾ അഡ്മിറ്റ് ചെയ്യണമെന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും ഇഞ്ചക്ഷൻ മാത്രമല്ലേ ഉള്ളൂ, അത് നമുക്ക് ഞങ്ങൾ അവിടെ നിന്ന് ക്ലിനിക്കിൽ നിന്ന് ചെയ്തോളാം.
അഡ്മിറ്റ് ചെയ്യണില്ല, ഞങ്ങളങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 ദിവസം ഇങ്ങനെ ട്വൈസ് എ ഡേ ഇഞ്ചക്ഷൻ ചെയ്യണം, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പോന്നു. അന്ന് ഏർലി മോർണിംഗ് ഫ്രൈഡേ ഏർലി മോർണിംഗ് പോയപ്പെട്ടതാണ് ഈ കാനുല. പിന്നെ അവരെടുത്തിട്ടില്ല. ഇനി ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അവർ പിന്നെ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ വന്നു, വീട്ടിൽ വന്നു. പിന്നെതാ അങ്ങനെ ഇഞ്ചക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ പോയി ഇഞ്ചക്ഷൻ ചെയ്തു. രാവിലെ 2 ഉണ്ട്, വൈകിട്ട് 1. അപ്പോൾ ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇന്നത്തോടെ കഴിയും. ഈ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മാക്സിമം വെസ്റ്റേൺ യൂസ് ചെയ്യണം നിങ്ങൾ ഒഴിവാക്കുക. പബ്ലിക് ബാത്റൂമിൽ വെസ്റ്റേൺ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം ഇത് ഭയങ്കര പ്രശ്നമാണ്. ഒരുപാട് പേര് ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈഡേ ഒക്കെ ലീവ് എടുത്തു. കാരണം ഇത് കയ്യിലിട്ടിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ വയ്ക്കണില്ല, ഫുഡ് കഴിക്കാൻ പോലും വയ്ക്കണില്ല. മുടി ഇങ്ങനെ കെട്ടാനൊന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കെട്ടാൻ വയ്ക്കില്ല, എങ്ങനെയുള്ള കെട്ടാം. അപ്പോൾ ഫുഡൊക്കെ സഞ്ജു വീട്ടിലാണെന്ന് വെച്ചാൽ അമ്മ വരെ തന്നിരുന്നു, ഇവിടെ സഞ്ജു വാരിത്തരും. പിന്നെ പെയിന് ഇതിങ്ങനെ കയ്യിൽ കിടക്കണ കാരണം ഉറക്കത്തിലൊക്കെ ഇടയ്ക്ക് അറിയാണ്ട് ഇതാക്കിയിട്ട് അങ്ങനെയൊക്കെ പെയിന് വരുന്നുണ്ട്. ഇപ്പോൾ വല്ലാണ്ട് ഫോണൊക്കെ കുറേ നേരം പിടിക്കുമ്പോൾ പെയിന് വരുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നൊന്നുമില്ല ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നും കൂടി ഇന്ന് വൈകുന്നേരം ഇതെടുത്താൽ ഓക്കെ ആവും. പിന്നെ നാളെ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണണം, എന്താ പറയണം നോക്കണം. ഇനിയിപ്പോൾ ടെസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാണിച്ചാലേ അറിയുള്ളൂ ടെസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്, ഇതൊക്കെയാണ് നടന്നത്. ഇതാണ് ഉണ്ടായത്, ഇതാണ് സംഭവം. എനിക്ക് മുന്നൊക്കെ UTI ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ 2 ദിവസം നന്നായിട്ട് വെള്ളം കുടിക്കും, നോക്കിക്കഴിഞ്ഞാൽ അത് മാറുമായിരുന്നു. പക്ഷെ ഞാൻ ഇതും ഇങ്ങനെ മാറുമെന്ന് വിചാരിച്ചു, പക്ഷേ മാറിയില്ല. അത് കുറച്ച് കഷ്ടമുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. ഞാൻ അന്ന് പുലർച്ചയ്ക്ക് 2:15 ഞാൻ കിടന്നിട്ടുള്ള വേദന ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മറക്കില്ല, അത്ര പെയിനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എസ്പെഷ്യലി ഗേൾസ് ശ്രദ്ധിക്കുക. അധികം ഗേൾസിനാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം എപ്പോഴും ഒരു പബ്ലിക് ബാത്റൂം യൂസ് ചെയ്യാൻ നമുക്കെപ്പോഴും മടിയാണ് അല്ലേ. പക്ഷേ ഈ ഒരു കാര്യം യൂസ് ചെയ്യാം, ടോയ്ലറ്റ് സാനിറ്റൈസർ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ഓപ്ഷനാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, നമ്മളൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്നത് കാർമേസിയുടെ ടോയ്ലറ്റ് സാനിറ്റൈസറാണ്. അത് നല്ലതാണ്. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അന്ന് മറന്നു. ഇതെനിക്ക് വരാൻ വെച്ചതാണ് തോന്നുന്നു, അതാണ് ഞാൻ അന്ന് മറന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പബ്ലിക് ബാത്റൂമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ടോയ്ലറ്റ് സാനിറ്റൈസർ യൂസ് ചെയ്യാം. നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം. എന്തെങ്കിലും വന്നാൽ നമ്മളാണ് അനുഭവിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.